ചങ്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സലീം കുമാർ ലോകത്ത് നിന്നും വിടവാങ്ങിയിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരെയും ചിരിപ്പിച്ച ഒരു നല്ല മനുഷ്യൻ തന്നെയാണോ. പക്ഷെ വേറെ ഒരു കാര്യമുണ്ട്. ഇവിടെ ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ സലീം കുമാർ എന്ന് പറയുന്ന പുച്ഛമാണ്, വേറെ ഒന്നുമല്ല. അയാൾക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അയാൾ ആരെയും സൂചിപ്പിക്കാൻ പോകാറില്ല. പണ്ട് മുതലേ അയാൾ പറയുന്ന ഒരു കാര്യം, ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, ഞാനൊരു KSUക്കാരനാണ് എന്നൊക്കെ അയാൾ കൃത്യമായിട്ട് പറയാറുണ്ട്. അങ്ങനെ പറയുമ്പോഴും അയാൾ പറയുന്ന വേറൊരു കാര്യവും കൂടിയുണ്ട്. അതായത് കണ്ണൂർ ജില്ലയിലുള്ള ചില ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലൊരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P ജയരാജൻ സഖാവിനെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കണ്ണൂരിൽ ജോലി ചെയ്യുന്ന കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ജയരാജനെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയാറുണ്ട്. അങ്ങനെ സലീം കുമാർ എന്ന് പറയുന്ന വ്യക്തി ഒരാളുടെയും ചെരുപ്പ് നോക്കാൻ നിൽക്കാറില്ല. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, അയാൾ എന്ന് പറയുന്നത് ഞാൻ ഇന്നതാണ് എന്ന് കൃത്യമായിട്ട് പറയും. അപ്പോൾ ഈ അടുത്തായിട്ട് നമ്മുടെ എന്താ പറയുക, കഴിഞ്ഞ ഗവൺമെന്റിനെ വളരെ കോമഡി തരത്തിൽ അയാൾ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, അതായത് എന്തോ ഒരു ടെക്നോളജിയാണ് ഇവിടെ നടക്കുന്നത് എന്ന് കണ്ടപ്പോഴേ അത് കണ്ടുപിടിച്ച ആളെ ഊളംപാറയിലാണുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ അധികം, അതായത് ഒരു കോമഡി ആയിട്ട് അദ്ദേഹം ആ ഒരു നർമ്മത്തിൽ അങ്ങനെ പറഞ്ഞപ്പോഴിവിടെ പലർക്കും കൊണ്ടു. അവരെല്ലാവരും സലീം കുമാറിനെതിരായി. അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സലീം കുമാറിനെതിരെ ഒരുപാട് കമന്റുകളും കാര്യങ്ങളൊക്കെ വരികയാണ്. അവനെ പോലെയുള്ളവൻ ചത്തു തോളിയട്ടെ, അല്ലെങ്കിൽ അവനൊക്കെ ചത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകളാണ് വരുന്നത്. എന്താണ് ഇത്രമാത്രം കമന്റ് പറയാനുള്ളത്? അതായത് ആ മനുഷ്യൻ ഇങ്ങനെയൊന്ന് പറഞ്ഞു പോയതോ, ആ മനുഷ്യൻ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് പറഞ്ഞതാണോ കുറ്റം? അല്ലാതെ വല്ലവനെയും പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്തിനധികം നമ്മുടെ മെഗാസ്റ്റാർ വരെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരെ മറുകണ്ടം ചാടിയില്ലേ. ഇത്രയും നാള് 10 വർഷം നമ്മുടെ മെഗാസ്റ്റാർ ഇവിടെയായിരുന്നോ, നമ്മുടെ മെഗാസ്റ്റാർ അപ്പുറത്തായിരുന്നോ? ഇപ്പൊ 10 വർഷം കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിൽ പോയിട്ട് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അദ്ദേഹം നേരെ എന്ന് പറഞ്ഞ് ഇപ്പുറത്ത് ചാടിയില്ലേ. അതേപോലെ ഒന്നല്ല സലീം കുമാർ. സലീം കുമാർ എന്ന് പറഞ്ഞ ഭരണമില്ലെങ്കിൽ ശരി, ഭരണമില്ലെങ്കിൽ ശരി, ഉണ്ടെങ്കിൽ ശരി, ഞാൻ ഉറച്ച ഒരു കോൺഗ്രസ്സുകാരനാണ് എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. അതിലെന്തോടോ തെറ്റ്? അങ്ങനെ പറയല്ലേ വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് എന്തും തോന്നിയവാസവും പറയുന്ന, അല്ലെങ്കിൽ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ആരെ കുറിച്ചും പോലത്തെ പറയുന്ന ആളൊന്നും അല്ലല്ലോ സലീം കുമാർ. വ്യക്തമായിട്ട് പറഞ്ഞു അയാൾക്കൊന്നും കിട്ടാനോ നേടാനോ ഒന്നുമല്ല. കാരണം എന്താ വെച്ചാൽ ജീവിതത്തിൽ അയാൾ നല്ല നേട്ടങ്ങൾ തന്നെ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. അല്ലാതെ വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് വന്ന ഒരു മനുഷ്യനൊന്നുമല്ല. സലീം കുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. പക്ഷെ അത് തന്നെയാണ് ഇവിടെയുള്ള പലരുടെയും പ്രശ്നം. അതായത് സലീം കുമാറിന്റെ രാഷ്ട്രീയത്തെ അംഗീകരിക്കാത്ത, അല്ലെങ്കിൽ സലീം കുമാർ പറയുന്ന നർമ്മത്തെ അംഗീകരിക്കാത്ത കുറേ ടീമുകളുണ്ട്. അവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സലീം കുമാർ അങ്ങനെ വലിയ ആളാകണ്ട, സലീം കുമാർ അങ്ങനെ പറഞ്ഞിട്ട് വലിയ ആളാകണ്ട എന്നുള്ള തരത്തിൽ അയാളെ ശരിക്കും പച്ചക്ക് പറഞ്ഞ് അയാളെ കണ്ടുകൂടാ. പക്ഷെ അയാളെ വേറെ ഒരു തരത്തിലും ഇവർക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യന് പോലും തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം അഭിനയിച്ചിട്ട് തോൽപ്പിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ല. ഇവർക്ക് തോൽപ്പിക്കാൻ കഴിയുന്ന ആകെ ഒരു കാര്യം ഇങ്ങനെയാണെന്ന് വെച്ചാൽ മരിച്ചു കിടക്കുമ്പോൾ ഇതുപോലെ കമന്റ് എഴുതി തോൽപ്പിക്കാം. കാരണം എന്താ, അയാൾ തിരിച്ചു വരത്തില്ല, അയാൾ തിരിച്ചു വന്നതിന് മറുപടി പറയത്തില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മരിച്ചു കിടക്കുന്നവനെ ചവിട്ടുക എന്നൊക്കെ പറയുന്നില്ലേ, അമ്മാതിരി തോന്നിയവാസ പരിപാടിയായി പോയി എന്നേ ഞാൻ പറയുള്ളൂ. അതായത് സലീം കുമാറിനെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഒരു മനുഷ്യന്മാരും രാഷ്ട്രീയം നോക്കി സ്നേഹിക്കൂല. അയാളുടെ നർമ്മത്തെ എല്ലാവരും സ്നേഹിച്ചിട്ടുണ്ട്. അത് അയാളുടെ ശൈലിയിൽ അയാൾ പറയുന്നത് അത്രയല്ലേ ഉള്ളൂ. ഇവിടെ എന്തൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമന്റ് ഇട്ട ആൾക്കാർ മാത്രം കുറച്ച് കീടങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള എല്ലാവരും സലീം കുമാറിനെ വെറുക്കുന്നവരൊന്നും അല്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലീം കുമാറിനെ സ്നേഹത്തോടു കൂടി ചേർത്ത് നിർത്തിയവരാണ് മലയാളികൾ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ കമന്റ് ഇട്ട് മെഴുകുന്നവരും അതുപോലെ തന്നെ സലീം കുമാർ ചാകാതെ ചത്തു എന്ന് പറയുന്നവരും ഇങ്ങനെയുള്ള കുറെ ടീമുകളുണ്ട്. സലീം കുമാർ മരിച്ചേ ചത്തു എന്നാ പറയുക, മറിട്ട് അങ്ങനെ പറയുള്ളൂ. മരിച്ചു എന്ന് പോലും പറയത്തില്ല. അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യനെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള കഥകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും നമ്മുടെ സലീം കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി മലയാള സിനിമയിൽ ഉണ്ടാക്കിയ ഓളം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വിവാഹ ശേഷമാണ് അയാൾക്ക് ഇതുപോലൊരു ഭാഗ്യം വന്നത് എന്ന് എപ്പോഴും എടുത്തു പറയുകയും ഒരു തികഞ്ഞ ഒരു കുടുംബനാഥം മാത്രമാണ്. അതുമാത്രവുമല്ല, എല്ലാവരെയും സ്നേഹത്തോടു കൂടി ചേർത്ത് നിർത്തിയ ഒരു എന്താ പറയേണ്ടത്, ഒരു മണ്ണിന്റെ മണമുള്ള ഒരു മനുഷ്യൻ എന്നൊക്കെ പറയില്ലേ, അത്രത്തോളം എന്ന് പറഞ്ഞാൽ മണ്ണിൽ പണിയെടുക്കുന്ന ആ ഒരു അമ്മയുടെ മകൻ, അത് തന്നെയാണ് സലീം കുമാർ എന്ന് പറയുന്ന വ്യക്തി. അതിൽ യാതൊരു സംശയവുമില്ല. ആ സലീം കുമാറിന് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും എന്ന് പറഞ്ഞാൽ കോമഡി ആക്കിയിട്ട്
പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ജനങ്ങൾ ചിരിക്കട്ടെ. കാരണം താൻ ഒരുപാട് കണ്ണീര് കുടിച്ചിട്ടുണ്ട്, ഇനിയും ജനങ്ങൾ അങ്ങനെ കണ്ണീര് കുടിക്കണ്ട. ഏതായാലും എന്റെ എന്താ പറയുക, സലീം കുമാറിന്റെ ജീവിതം പോലും എന്ന് പറഞ്ഞാൽ അദ്ദേഹം പല സമയങ്ങളിലും കോമഡി രൂപത്തിൽ തന്നെയാണ് പറയാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സലീം കുമാറിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഭാഗ്യം തന്നെയാണ്. ആദ്യകാലങ്ങളിലൊക്കെ പല സിനിമകളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള സലീം കുമാർ പിന്നീട് എന്ന് പറഞ്ഞാൽ നാഷണൽ അവാർഡ് വരെ വാങ്ങിച്ച ഒരു മനുഷ്യനായി. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സലീം കുമാർ വിട പറയുമ്പോഴേ നമുക്ക് എല്ലാവർക്കും വലിയ ശൂന്യത തന്നെയാണ്. അതായത് സലീം കുമാർ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കൊച്ചിൻ ഹനീഫ, പിന്നെ കലാമണി, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പേസ് ഇവിടെ ഒഴിച്ചു വിട്ടിട്ടുണ്ട്. അത് നടക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് സലീം കുമാറിന് തുല്യം അയാൾ മാത്രമേ ഉള്ളൂ, വേറൊരു മനുഷ്യനില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് കുറെ കീടങ്ങൾ വന്നിട്ട്, അല്ലെങ്കിൽ കുറെ വേട്ടാവളിയന്മാർ വന്നിട്ട് വളരെ മോശമായ കമന്റുകളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഏതൊക്കെയോ ടീമുകൾ നേതൃത്വം നൽകുകയാണ് ചെയ്യുന്നത്. അതായത് ആ മനുഷ്യൻ എന്തറിയാനാണ്? അങ്ങേര് മരിച്ചുപോയി, അങ്ങേര് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിനക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ നാണയത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മറുപടിയും തന്നേനെ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും സലീം കുമാർ ജീവിച്ചിരിപ്പില്ല, ഇനി അയാൾ മറുപടി തരത്തില്ല, ഇനി അയാൾ വന്ന് എണീച്ച് നമ്മളോടൊന്നും പറയത്തില്ല എന്നുള്ള ഒറ്റ ധൈര്യത്തിന്റെ മുകളിലാണ് യുവമാരൊക്കെ കയറിയിട്ട് ഇതുപോലെയുള്ള കമന്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് വമ്പിച്ച ജനാവലിയായിരുന്നു സലീമിനെ കാണാൻ വന്നിരിക്കുന്നത്. അത് തന്നെ എന്ന് പറഞ്ഞാൽ സലീം കുമാറിനോടുള്ള ജനങ്ങളുടെ ഇഷ്ടം. അതിനകത്ത് രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല, ഒരു വസ്തുവില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യരാണ്. അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇന്ന് സലീം കുമാറിനെ കാണാൻ വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? അദ്ദേഹത്തോടുള്ള ആദരവ് കൊണ്ട് തന്നെയാണ്. അല്ലാതെ സലീം കുമാറിനെ കാണാനായിട്ട് ഇത്രയും ദൂരത്തുനിന്ന് വരേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. സലീം കുമാർ എന്ന് പറയുന്ന മനുഷ്യനെ എനിക്കൊന്ന് കാണണം, ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് ഒരേ സ്വരത്തിലാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അറിയോ നിങ്ങൾക്ക്? അതാണ് സലീം കുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. എനിക്ക് കൂടുതലൊന്നും വാക്കുകളില്ല. കാരണം എന്താ വെച്ചാൽ സലീം കുമാറിനെ പോലെയുള്ള ആൾക്കാരെ ഇനിയും ഒരുപാട് വേഷങ്ങൾ ഇവിടെ ചെയ്യേണ്ട ഒരു വ്യക്തി തന്നെയായിരുന്നു. ഒരുപാട് വേഷങ്ങളും ഒരുപാട് സിനിമകളും ഇതൊക്കെ ചെയ്ത് സലീം കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിഹാസം സൃഷ്ടിക്കേണ്ട ഒരു ഇത് തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറഞ്ഞ, അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അദ്ദേഹത്തിന് പലതരത്തിലുള്ള ഇതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ലഹരി പദാർത്ഥങ്ങൾ, അതായത് ഈ പുകവലി പോലെയുള്ള മദ്യപാനം പോലെയുള്ള ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായത് കൊണ്ടായിരിക്കാം ആ മനുഷ്യന് പെട്ടെന്ന് തന്നെ പോകേണ്ടി വന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട കലാകാരന്മാരെ, നിങ്ങൾ ഒരിക്കലും ഇതിനൊന്നും അടിമയാകരുത്. അതായത് നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തോ. പലപ്പോഴും എന്ന് പറഞ്ഞാൽ കലാകാരന്മാർക്ക് എന്ന് പറഞ്ഞാൽ കലാകാരന്മാരെ സൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടാകും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കലാകാരന്മാർ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള എന്തിനെങ്കിലും അഡിക്റ്റ് ആകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരിക്കലും ഇതിന്റെ ഒന്നും പുറകെ പോകരുത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമന്റ് ഇടുന്ന വേട്ടാവളിയന്മാരോട്, നിന്റെ വീട്ടിലും ഉണ്ടാവുമല്ലോ മനുഷ്യന്മാരൊക്കെ, അവരൊക്കെ ഇതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാലും നീ ഇതുപോലെ തന്നെ കമന്റ് ഇടാൻ ഉണ്ടാകണം. അതായത് നിനക്കൊക്കെ എന്ന് പറഞ്ഞാൽ എന്തിന്റെ കേടാണ്? ആ മനുഷ്യൻ പറഞ്ഞിരിക്കുന്ന ഒരു നർമ്മത്തിൽ തന്നെയല്ലേ ആ മനുഷ്യൻ പറഞ്ഞത്. ചിരിക്കുന്നൊരു മുഖ്യമന്ത്രിയെ കിട്ടി എന്നൊക്കെ പറഞ്ഞത് അത് ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴത്തിൽ പൊള്ളുകയാണ് ചെയ്തത്. അത്രയും വൈരാഗ്യം വെച്ച് നിൽക്കുന്ന ഒരു കൂട്ടങ്ങൾ, ഒരു തെമ്മാടി കൂട്ടങ്ങളാണ് ഈ പറയുന്ന സലീം കുമാറിനെതിരെ കമന്റുമായി വന്നത്. ഈ തെമ്മാടി കൂട്ടങ്ങളോട് ഞാൻ പറയുകയാണ്, സലീം കുമാർ എന്ന് പറയുന്ന മനുഷ്യൻ മുത്തായിരുന്നടാ. സലീം കുമാർ മുത്തായിരുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. അത്രയും നല്ല മനുഷ്യത്വമുള്ളൊരു മനുഷ്യനായിരുന്നു ഈ സലീം കുമാർ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ സലീം കുമാറിനെ ഇന്നും ജനങ്ങൾ ഓർമ്മിക്കും. പിന്നെ സലീം കുമാറിന് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് ഈ ഒരു വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.